ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ വചനത്തിന്റെ കീഴിലായിരിക്കാൻ ദൈവം തന്ന ഈ സമയത്തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഈ നോമ്പിന്റെ ആരംഭം മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് നോമ്പ്, എന്താണ് നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോമ്പ് എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ നമ്മൾ ക്ഷമിക്കാറുണ്ടോ? നമ്മുടെ സഹോദരനോട് ക്ഷമിക്കാറുണ്ടോ? നമ്മൾ നോമ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു വ്യത്യാസം വരുത്തുമ്പോഴാണ് നോമ്പും അനുഷ്ഠാനങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 33-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും ക്ഷമിക്കുന്ന ഒരു വ്യക്തിയായി തീരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ക്ഷമ പ്രാപിക്കാൻ എന്തെല്ലാം വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ സ്വന്തം കുറവുകൾ എന്താണെങ്കിലും നമ്മൾ അത് സമ്മതിക്കണം. ആ കുറവുകളെ സമ്മതിക്കാതെ മറ്റു കടം പരിഹരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിലും കഴിവില്ല എന്ന് നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. അത് മത്തായിയുടെ 18-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ കരുണയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി അപേക്ഷയാണ് മറ്റൊരു വഴി. അതുപോലെ യജമാനന്റെ മനസ്സലിവില്ലാതെ എനിക്ക് മറ്റ് പോംവഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷിക്കണം. യജമാനെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയണം. അതുപോലെ തന്നെ കടം ഇളച്ചു കിട്ടാനുള്ള യഥാർത്ഥ ആഗ്രഹം അവൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചു. യജമാനൻ മനസ്സലിഞ്ഞ് കടം ഇളച്ചു കൊടുത്തതായിട്ട് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ക്ഷമ പ്രാപിക്കാനുള്ള ഒരു 3 വഴികളാണ് ദൈവം നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ദൈവിക ക്ഷമയുടെ ഒരു സ്വഭാവം തന്നെ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഇളച്ചു കൊടുക്കുക എന്നതാണ്. അത് അവരെ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദൈവത്തിന്റെ ക്ഷമ പൂർണ്ണമായിട്ടുള്ളതാണ്. അതായത് ഒരു സമയം നമ്മൾ ക്ഷമിച്ചു, പിന്നത്തെ സമയം അത് കൂട്ടി വെക്കാനുള്ളതല്ല, അത് പൂർണ്ണമായി എടുത്ത് കളയേണ്ട ഒന്നാണ്. കുറച്ച് ക്ഷമിച്ചു, പിന്നത്തെ ഒരു സമയം കാണുമ്പോൾ നമ്മൾ ആ പാപം കൂട്ടുകയല്ല വേണ്ടത്, അത് പൂർണ്ണമായി ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ക്ഷമ ലഭിച്ചവൻ മറ്റുള്ളവരോടും ക്ഷമിക്കണം. അതായത് നമ്മൾ ക്ഷമിച്ച ആള് ആ വ്യക്തിക്കും എന്ത് വേണം? മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കരുതല് ആവശ്യമാണ്. അതുപോലെ ക്ഷമിച്ച് കിട്ടാനുള്ള എല്ലാ ക്ഷമയും നമുക്ക് ജീവിതത്തിൽ തന്നെ ദൈവം തന്നിരിക്കുന്ന ഒരു ചുമതലയാണ്. അത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും തമ്മിൽ ക്ഷമിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ പാപങ്ങൾ ചെയ്തവരുണ്ടായിരിക്കാം. നമ്മൾ ചെയ്ത പാപം പോലെയല്ല മറ്റുള്ളവർ വേറെ തരത്തിലൊരു പാപങ്ങൾ ചെയ്തവരായിരിക്കാം. പക്ഷെ കർത്താവ് നോമ്പിന്റെ സമയത്ത് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. കൂട്ടുകാരനോടായിരിക്കാം, കൂട്ടുദാസനോടായിരിക്കാം, സഹോദരനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, മക്കളോടായിരിക്കാം, ഇതേതുമാകട്ടെ അവരോടെല്ലാം ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര വലിയ പാപം ചെയ്താലും ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയതാണെന്ന് ദൈവം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പാപക്ഷമ യേശു ക്രിസ്തുവിൽ നിന്നല്ലാതെ മറ്റെങ്കിലും ലഭിക്കുന്നില്ല. പാപക്ഷമ സകലർക്കും അത്യന്താപേക്ഷിതമാണ്. 10,000 താലന്തായിരുന്നു. ദാസന്റെ കടം അത് ഏകദേശം 20 ലക്ഷം പവനാണ് എന്ന് കാണിക്കപ്പെട്ടുമ്പോൾ നല്ല യജമാനൻ ആ കടം മുഴുവൻ നിരുപാധികം ഇളച്ചു കൊടുക്കും. കൂട്ടുദാസന്റെ കടം വെറും 100 വെള്ളിക്കാശ് മാത്രമായിരിക്കുമ്പോൾ ആ വില ഏകദേശം 4 പവൻ മാത്രം.
നമ്മുടെ ദൈവം പാപത്തിന്റെ വൻകടം ഇളച്ചു തന്നിട്ടുണ്ട്. ഇളച്ചു കിട്ടിയവർ മറ്റുള്ളവരോടും ക്ഷമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ പാപത്തിന്റെ പങ്കിലമായതിൽ കരച്ചിലും പല്ലുകടിയുമാകുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മുടെ നോമ്പ് ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷമയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നയിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുമാറാകട്ടെ. ഈ നോമ്പെടുത്തത് കർത്താവെ എനിക്കൊരു ക്ഷമിപ്പാനും പാപത്തോട് ക്ഷമിപ്പാനുമുള്ള ഒരു കൃപ എനിക്ക് തന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഈ ചിന്തയിൽ നിന്ന് നിർത്തട്ടെ. നന്ദി.